നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധി ജയന്തി വീണ്ടും എത്തിയിരിക്കുന്നു. 1869 ഒക്ടോബർ മാസം 2-ാം തീയതി ഇന്ത്യക്കാരുടെ എല്ലാം ഭാവി നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കാർക്ക് വേണ്ടി ജനിച്ച മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം. ശരിക്കും ഗാന്ധിജി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഗാന്ധിജി ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ഗാന്ധിജി ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. അങ്ങനെ ഗാന്ധിജി എല്ലാമായിരുന്നു ഇന്ത്യക്കാർക്കും ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും. ഗാന്ധിജി ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. ഗാന്ധിജി ഒരിക്കലും ഒരു ഭരണാധികാരിയായിരുന്നില്ല. പിന്നെ ആരായിരുന്നു ഗാന്ധിജി? അക്രമ രാഷ്ട്രീയത്തെ ഒരിക്കലും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. സഹന സമരങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും സമരങ്ങൾ അനിവാര്യമാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിജി. ഒരിക്കലും അദ്ദേഹം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജാതി മത വെറി ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന മഹാനുഭാവനായിരുന്നു മഹാത്മാഗാന്ധിജി എന്ന് പറയേണ്ടി വരും. ഇന്ന് ഗാന്ധിജിയെ തള്ളിപ്പറയുന്നുണ്ട് എല്ലാവരും. എന്തുകൊണ്ട്? ചരിത്രം ഗാന്ധിജിയോടൊപ്പമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഗാന്ധിജിയെ കൊല്ലുവാനും ഗാന്ധിജിയെ തള്ളിപ്പറയുവാനും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളുടെയും നാമധേയം മഹാത്മാഗാന്ധിയുടെ പേരിലായിരിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ ഇടയിലുണ്ട്. പണ്ടൊക്കെ സ്കൂളുകളിൽ ഗാന്ധി ജയന്തി വാരാഘോഷം തന്നെ നടത്താറുണ്ടായിരുന്നു. ഗാന്ധി ജയന്തി വാരാഘോഷം ഒരാഴ്ച നിൽക്കുമ്പോൾ കുട്ടികൾ ശുചിത്വത്തെപ്പറ്റി പഠിക്കുമായിരുന്നു. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അധ്യാപകർ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുമായിരുന്നു. ഗാന്ധിജിയെ പറ്റി പഠിക്കുവാനുള്ള അവസരം കുട്ടികൾക്കുണ്ടായിരുന്നു. ഏതോ ഒരു വലിയ തലയുടെ ഉടമ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അനുബന്ധിച്ചുള്ള ഗാന്ധി ജയന്തി വാരാഘോഷം വേണ്ട എന്ന് വെച്ചു. ഒക്ടോബർ 2-ന് അവധി പ്രഖ്യാപിച്ച് സസുഖം വീട്ടിലിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ വലിയ ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. മഹാത്മാഗാന്ധിയുടെ ശവകുടീരത്തിൽ നിൽക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു കോൾമയിർ അത് വളരെ വലുതാണ്. ഗാന്ധിജി ആരായിരുന്നു എന്ന ചോദ്യമാണ് ഇന്ന് സമൂഹത്തിലെല്ലാം ഉണ്ടാകുന്നത്. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പറഞ്ഞത് എന്താണ്? എൻ്റെ ജീവിതമാണ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്നാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധിക്ക് ശേഷം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രഭുവിന്, ഒരു ഭരണകർത്താവിന് എൻ്റെ ജീവിതമാണ് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന സന്ദേശം എന്ന് പറയുവാൻ ധൈര്യമുള്ള ഒരു ഭരണാധികാരിയെയും ഈ ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ലോകം മുഴുവൻ വാനോളം ഗാന്ധിജിയെ പുകഴ്ത്തുമ്പോഴും ഗാന്ധിജിയെ തികഴ്ത്തുവാനും ഇകഴ്ത്തിക്കെട്ടുവാനുമാണ് നവഭാരത ശില്പികളെന്ന് അഹങ്കരിക്കുന്ന പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ ആശയങ്ങൾ, ഗാന്ധിജിയുടെ മൂല്യങ്ങൾ, ഗാന്ധിജി എഴുതി വെച്ച വാക്കുകൾ നമ്മുടെ യുവതലമുറയ്ക്ക് എക്കാലവും പ്രചോദനമാകേണ്ട ഒന്നാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവയൊന്നും പഠിപ്പിക്കാതെ ഇന്നലെയോ മെനഞ്ഞാന്നോ വന്ന കുമിളുകളെ പറ്റി പഠിപ്പിക്കുവാനും ഒരിക്കലും ഒരാളിനും പ്രയോജനം ചെയ്യാത്ത വിദ്യാഭ്യാസ സംസ്കാരം കുട്ടികളുടെ ഇടയിൽ അടിച്ചേൽപ്പിക്കുവാനുമാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മെ ഭരിക്കുന്നവരാണ്. നമ്മുടെ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകണമെന്ന് അതേ ആഗ്രഹിച്ച ഒരു മഹാനുഭാവനായിരുന്നു മഹാത്മാഗാന്ധിജി. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഗ്രാമങ്ങൾ വളരണമെന്നും ഗ്രാമങ്ങളുടെ വികസനമാണ് രാജ്യത്തിന്റെ വികസനമെന്നും വിചാരിച്ചുകൊണ്ട് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തിന്റെ പിന്മുറക്കാരൻ 3/2 ഭൂരിപക്ഷമുള്ള പാർലമെന്റിൽ അധോമണ്ഡലത്തിലും ഉപമണ്ഡലത്തിലും 3/2 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രധാനമന്ത്രി രാജ്യത്തിലെ 8 സ്ഥലങ്ങളിൽ പോയി സെമിനാറുകളിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഡൽഹിയിലെത്തി ഭരണഘടനാ ഭേദഗതി, അതായത് പഞ്ചായത്ത് രാജ് നിയമ ബില്ല് അവതരിപ്പിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ അതേ പാർട്ടിക്കാർ തന്നെ ആ ബില്ലിനെ പാർലമെന്റിൽ പരാജയപ്പെടുത്തി കൊടുത്ത സാഹചര്യവും നാം കണ്ടതാണ്. അതുകൊണ്ട് ഗാന്ധിജിയെ മൂലക്കിരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. നമ്മുടെ യുവാക്കൾ, യുവതലമുറ, നമ്മുടെ അധ്യാപകർ, അച്ഛനമ്മമാർ ഇവർ ഗാന്ധിജിയെ പറ്റി മക്കളെ പഠിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഗാന്ധിയൻ തത്വചിന്തയിലൂടെ, ഗാന്ധിയൻ ജീവിത രീതിയിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു യുവാവിന് ഒരിക്കലും അക്രമ രാഷ്ട്രീയം ചെയ്യുവാനോ മറ്റൊരാളെ ദ്രോഹിക്കാനോ സാധിക്കുകയില്ല. എല്ലാം ഗാന്ധിജിയാണ് നമുക്ക് തന്നതെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാൻ ഈ ഗാന്ധി ജയന്തി ദിനം നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമസ്കാരം.